നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട്? പിന്നെ നല്ല തന്നെ സാർ. നിങ്ങൾ എങ്ങനെ കണ്ടുപിട്ടി ഇവിടെ എറണാകുളത്ത്? ഞാൻ ഓൾറെഡി സാറിനെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം ഞാൻ കൊച്ചിയിൽ ഒരു ആവശ്യത്തിന് വന്നായിരുന്നു. അപ്പോൾ ഞാൻ ഭായിയോട് ചോദിച്ചു, നമുക്കൊന്ന് ഒരുമിച്ച് നമുക്ക് സാറിൻ്റെ അടുത്ത് വരെ ഒന്ന് പോകാം. നിങ്ങൾ രണ്ട് ടൈമിൽ വന്നോ പഠിച്ചത്? അതെ അതെ. ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ വേറെ ലെവലിൽ പോയതാണ്, ഭക്തിമാർഗത്തിൽ പോയതാണ്. ഇപ്പോഴുണ്ട് ഭക്തിമാർഗം. എങ്കിലും തന്നെയും എനിക്ക് രാഷ്ട്രം ഭായി തന്നെ പറഞ്ഞു, സാറിൻ്റെ കാര്യം പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. അത് സാറിനൊന്ന് കാണണം, ഈ കാര്യങ്ങൾ അറിയണം, കുറേ ഈ രഹസ്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി കൂടിയാണ്. കുറേ അത്ഭുതങ്ങളൊക്കെ കണ്ടെടുത്തൊക്കെ ഞാൻ പോകേണ്ടത്. പക്ഷെ എനിക്ക് അവിടെ നിന്ന് പോയിട്ടൊന്നും വലിയൊരു ഡെവലപ്മെൻറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ സാറിനെ കണ്ട് എന്താണ് ഇതിൻ്റെ രഹസ്യം എന്ന് അറിയാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ എനിക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് വന്ന് വരുന്നത് സാറിനത്. പക്ഷെ ആദ്യം വന്നപ്പോൾ തന്നെ എനിക്ക് ആ ക്ലാസ്സൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് മനസ്സിന് സന്തോഷം ഉണ്ടായി. നല്ലൊരു നമ്മൾ എന്ത് തേടുന്നോ നമ്മുടെ ഉള്ളിൽ ഉള്ള ആശയം, ഇപ്പോൾ കുറച്ച് സ്പിരിച്വാലിറ്റിയിൽ ആണല്ലോ അൾട്ടിമേറ്റ് നോളജ് എന്ന് പറയുന്നത്, സയൻസ്. അപ്പോൾ അത് ഉള്ളിൽ കിടക്കുമ്പോൾ നമ്മൾ പലയിടത്തും ഇങ്ങനെ അലയുന്നു. പല പല സ്പിരിച്വൽ കേന്ദ്രങ്ങളിലോ സെൽഫായിട്ടുള്ള സ്റ്റഡികളോ ഒക്കെ നമ്മൾ നടത്തും. അപ്പോൾ അതെല്ലാം ചെയ്യുന്നത് ആ ഒരു വീണ്ടും വീണ്ടും അതിൻ്റെ ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടി. അങ്ങനെ വരുമ്പം അങ്ങനെയുള്ളവരെയൊക്കെ കൂട്ടിമുട്ടിക്കുക എന്നുള്ളതാണ്. ആ വ്യക്തത ആ സമയം വാങ്ങണം. ചില ചോദിക്കാറില്ലേ, എന്താ ഇത്രയും നാളും അറിയാതെ പോയത്? പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, എന്താ ഇത്രയും വൈകിയത്? ചിലർക്ക് വയസ്സ് ഏജ്ഡ് ആകുമ്പോഴായിരിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് 72 ആയി. ജീവിതത്തിന്റെ ഏതാണ്ട് 3/4 പങ്ക് കവർ ചെയ്തു. അപ്പോഴാണ് സത്യത്തെ കുറിച്ച് അറിയാനായിട്ട് സാധിച്ചത്. അല്ല, പലരുടെ കൺസെപ്റ്റ് സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രാരാബ്ദം എല്ലാം കഴിഞ്ഞൊരു പ്രായമാകുമ്പോൾ നാമൊക്കെ ജീവിച്ചിരിക്കലാണ് സ്പിരിച്വാലിറ്റി, അന്ന് മതി എന്നുള്ള ഒരു, അത് നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെ ആയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ സിസ്റ്റം അങ്ങനെ ആയിപ്പോയി. പക്ഷെ ഇപ്പം കുറെയൊക്കെ മാറ്റം വന്നു. തീർച്ചയായിട്ടും സ്പിരിച്വാലിറ്റി ഒരു സയൻസ് ആണെന്നും അത് മനഃശാസ്ത്രമാണെന്നും ഒക്കെ ഒരു തലത്തിലേക്ക് പുതിയ തലമുറ ചിന്തിച്ചു തുടങ്ങി. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എപ്പോഴും പുതിയത് കണ്ടുപിടിക്കുവാണ്. അതെ, ഇപ്പൊ സൈക്കോളജി പഠിക്കാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഹയർ സ്റ്റഡീസിന് എബ്രോഡിൽ പോകുമ്പോൾ, അമേരിക്കയിലും ലണ്ടനിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ ഇരിക്കുന്ന റഫറൻസ് ഗൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ വേദങ്ങളും ഈ ഇതിഹാസങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പോഴാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഈ സ്പിരിച്വാലിറ്റിയുടെ വാല്യൂ ഇവിടെ ഉള്ളവർ അറിയുന്നത്. സത്യമാണ്. ഇതൊക്കെ കണ്ടറിഞ്ഞ് ജീവിച്ചവരായിരുന്നു മുൻപത്തെ നമ്മുടെ തലമുറ. ഈ സയൻസിലോട്ടല്ലേലും ചിട്ടയോട് കൂടിയിട്ടുള്ള ജീവിത ശൈലി രീതികൾ ഇത് പിന്തുടർന്ന് പോയത് കാരണം ലൈഫ് താളത്തിലായിരുന്നു. ഇപ്പൊ ഇംബാലൻസ് ആയിപ്പോയി. എല്ലാത്തിനും താളം തെറ്റുമ്പോഴാണല്ലോ പ്രശ്നം. താളം തെറ്റുമ്പോ റിതം തെറ്റുമ്പോ അവതാളമാകും. അപ്പൊ താളത്തിൽ പോകണമെങ്കിൽ ഹുവാമായി നമ്മുടെ ഉള്ളിലുള്ള അല്ല പ്രപഞ്ചത്തിലുള്ള ആ രഹസ്യത്തെ സംബന്ധിച്ച് അറിഞ്ഞ് ആദ്യം തിരിച്ചറിവാണ് റിയലൈസേഷൻ. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് വാട്ട് ഈസ് വാട്ട്, എവിടെയാണ് നമുക്ക് മാറ്റം വരുത്താനുള്ളത്, പ്യൂരിഫിക്കേഷൻ വരുത്തണം. പിന്നെ അത് ഡെയിലി നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. അതിലൂടെയാണ് നമുക്ക് പ്രപഞ്ച എനർജി ആയിട്ട് അലൈൻഡാക്കി അനുവദനീയമായിരിക്കുന്ന ഈ ഭൗതിക ജീവിതം സന്തോഷത്തോടെയും ആസ്വദിച്ചും പോകാൻ പറ്റും. അതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. മോക്ഷം എന്ന് കേട്ടിട്ടില്ലേ? മോഹത്തിന്റെ ക്ഷയം. മോഹത്തിന്റെ ക്ഷയം. ഇപ്പൊ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്താ? മോഹങ്ങളാണ്. ഓരോന്ന് നേടുമ്പോഴും അവൻ അടുത്തയിലേക്ക് വരുമ്പം ജീവിക്കുന്നില്ല, മോക്ഷമാകുന്നില്ല. എന്നാൽ സാധാരണക്കാർ മോക്ഷത്തെ പറ്റി അറിയുന്ന എന്താ? എപ്പോഴാണ് മോക്ഷം എന്നാ പറയുന്നത്? ഈ ലോകത്ത് നിന്ന് പോകുന്ന സമയത്ത്. അപ്പം ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ ബ്രെയിൻ ഡെത്ത് അല്ലല്ലോ, നമ്മുടെ പിന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അതും മോക്ഷത്തിന് പലപ്പോഴും നമുക്ക് ഇവിടെ തന്നെ എല്ലാ ആഗ്രഹങ്ങളും ഓരോന്ന് നേടുമ്പോഴും അവിടെ മോഹം ചെയ്യിക്കണ്ടേ? തീർച്ചയായിട്ടും. ഇപ്പൊ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവന്റെ പഠന കാലഘട്ടം അതാണ് അവന്റെ മോഹം. നല്ല മാർക്കോടെ പാസ്സാകണം. അത് കഴിയുമ്പോൾ ആ മോഹോടെ തീരണം. അത് കഴിഞ്ഞാൽ നല്ലൊരു പ്രൊഫഷൻ, തൊഴിൽ കിട്ടണം, അവൻ ആഗ്രഹിക്കുന്നില്ല, ജോലി കിട്ടി, വിവാഹം കഴിക്കണം, വീട് വെക്കണം, ഇതെല്ലാം ഓരോരോ മോഹങ്ങളാണ്. പക്ഷെ ഈ ഓരോ നേടുമ്പോഴും അത് ശമിച്ചില്ലെങ്കിൽ മോക്ഷം കിട്ടുന്നില്ല. അതായത് ഉള്ളതിൽ ആ കാലഘട്ടത്തിൽ തൃപ്തി കാണും. പിന്നെ നമ്മുടെ കഴിവനുസരിച്ച് വരുന്നതനുസരിച്ച് കാലോചിതമായ മാറ്റങ്ങളും കൊണ്ടുവരും. അപ്പൊ അനുവദനീയമാണ് എല്ലാ ആസ്വാദനങ്ങളും. അങ്ങനെ പോകുമ്പോഴാണ് മോക്ഷമാകും. മോക്ഷത്തിന് എപ്പോഴും ചതുർവിധ പുരുഷാർത്ഥം എന്ന് പറയും. തീർച്ചയായിട്ടും ആദ്യം വേണ്ടത് കർമ്മമാണ്. കർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പൊ അതിനായിട്ട് നമുക്ക് എപ്പോഴും നമ്മൾ കർമ്മനിരതനാണല്ലോ നമ്മുടെ ശരീരം, ഫിസിക്കൽ ബോഡി. അതിലൂടെ നമ്മുടെ ഉള്ളിലുള്ള സ്കിൽ, നൈപുണത അനുസരിച്ചുള്ള കർമ്മം സ്വീകരിക്കണം.
അതിലൂടെയാണ് അർത്ഥസമ്പാദനം. എപ്പോഴും ഒരു നമ്മുടെ പ്രവർത്തനത്തിലൂടെ ലഭിക്കുന്നതാണ് ദ്രവ്യം. ആ അർത്ഥത്തിലൂടെയാണ് കർമ്മം, അർത്ഥം, കാമം. കാമം എന്ന് വെച്ചാൽ നമ്മുടെ കാമനകൾക്ക് ആഗ്രഹങ്ങൾ. അപ്പൊ ജീവിതത്തിലുള്ള നമ്മുടെ ഓരോപ്പം നമുക്കൊരു ഡ്രസ്സ് വാങ്ങണം, ഭക്ഷണം വേണം. പ്രത്യേകിച്ച് നമ്മുടെ മെറിറ്റിലൊക്കെ പറയുന്ന പോലെ റൊട്ടി കപ്പട മക്ക അടിസ്ഥാന നീഡാണ്. പക്ഷെ ഇത് നേടുന്നിടം വരെ പലർക്കും പ്രശ്നമില്ല. അത് നേടാനായിരുന്നു. അത് കൂടുതലായപ്പോ പ്രശ്നമായി. അപ്പൊ മോക്ഷത്തിൽ നിന്ന് ഔട്ടാവുക. അപ്പൊ ഈ കർമ്മം വേണം, അർത്ഥം, കാമനകളെല്ലാം ഇവിടെ നമുക്ക് പ്രപഞ്ചത്തിൽ ഭൗതിക ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ടെല്ലാം അനുഭവിച്ച് അറിഞ്ഞ് പോകുമ്പോഴേ മോഹത്തിന്റെ ക്ഷയം നശിക്കും. അപ്പൊ ഇവിടെ തന്നെയാണ് എല്ലാം അറിഞ്ഞു പോകും. ഈ മോക്ഷത്തിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നതല്ലാരും. അതെ അതെ തീർച്ചയായും. എന്നിട്ടും ആ തേടുന്നത് കിട്ടുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് സാർ, ഈ കുടുംബത്തിൽ ഇരിക്കെ ഇതെത്രമാത്രം പ്രാക്ടിക്കലായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അവിടെ ഒരു ഇച്ചിരി ജഞ്ചട്ട് വരില്ലേ ഉള്ളിൻ്റെ ഉള്ളിൽ? കാരണം ഒരു കുടുംബത്തിൽ 5 പേരുണ്ട്, ഒരാളായിരിക്കും സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നത്, ബാക്കി 4 പേര് നെഗറ്റീവ് ദൈനംദിന ജീവിതവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ അവർ സ്വീകരിച്ചിരിക്കുന്ന അവരുടെ അപ്ഡേഷൻ അനുസരിച്ചായിരിക്കുമല്ലോ പോകുന്നത്. പക്ഷെ ഒരാൾ അവിടെ ഉണ്ടല്ലോ, ആ ഒരാൾക്ക് അവരോട് ആജീവനാന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും ഇതൊരു കോമൺ ചോദ്യമാണ്. ഇപ്പൊ നമ്മളിവിടെ തേടി വരുന്നവർ പലരുടെയും ഒരു പ്രശ്നം, സാറേ ഞാനിങ്ങനെ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ ഞാൻ അധിവസിക്കുന്ന പ്രദേശത്ത് അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എൻ്റെ ജീവിതം സ്ട്രഗിളിലാണ്. ഒരു ബോധ്യപ്പെടുത്താനും പറ്റില്ല, എന്നാൽ എല്ലാ ബന്ധങ്ങളും അർത്ഥം കുറിച്ച് കളയാനും പറ്റില്ല. പറ്റില്ല. കുടുംബമല്ലേ. അതെ. അപ്പൊ നമ്മള് ഒരു കാര്യം ഞാൻ ഒരു ഉദാഹരണം ദേശവായിട്ട് ചോദിക്കാം. ഒരു കുഞ്ഞ് 1.5 വയസ്സുള്ള കുഞ്ഞ് ഓടിക്കളിച്ച് കിടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ കൊച്ചുമോനാണ്, മടി വന്നിരുന്നു. അവൻ വന്ന് നമ്മുടെ കവിളിൽ കടിച്ചു. നമ്മൾ തിരിച്ചു കടിക്കുമോ? ഇല്ല. അവൻ നമ്മുടെ മുടിയെ പിടിച്ച് വലിച്ചു. നമ്മൾ തിരിച്ചു പിടിച്ചു വലിക്കുമോ? അത് ആസ്വദിക്കില്ലേ? കടിച്ചോടാൻ പറയും, തലയും വെച്ചു കൊടുക്കും. മനസ്സിലാകുന്നില്ല, അത് ആസ്വദിക്കും. കാരണം അവന്റെ ആ തലത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു. കുഞ്ഞാണ്, അവനിൽ വരുന്ന വേദനയൊക്കെ നമ്മൾ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും. എന്നാൽ അതേ പ്രായത്തിലൊരു കുഞ്ഞ് അവനെ ഒരു തള്ളു കണ്ടു കടിക്കുക, തിരിച്ചു കടിക്കും. കാരണം അവരുടെ ഈക്വൽ വേവ് ലെങ്താണ് മനസ്സ്. അപ്പൊ നമ്മളോടൊപ്പം ഉള്ള ഒരു ഫിസിക്കലി ഏജിലുള്ളവരാണ്, പക്ഷെ മെന്റലി അവർക്ക് ഇത്രത്തോളം വളർന്നിട്ടില്ല. എവരി പേഴ്സൺ ഈസ് യൂണിക്, വ്യത്യസ്തരാണ്. പിന്നെ അത്രത്തോളം വളരാനുള്ള ഒരു അറിവ് ലഭിക്കാനുള്ള സമയവും അവർക്ക് ആയിട്ടില്ല. അപ്പൊ ആയിട്ടുള്ള നമ്മളെന്ത് വേണം? അത് കണ്ട് മോൾഡാകണം. അപ്പം നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പം ഇലയിൽ സദ്യ കഴിക്കാൻ പല വിധത്തിലുള്ള കറികളുണ്ടല്ലോ, ഓരോന്നിനും വ്യത്യസ്ത ടേസ്റ്റ് അല്ലേ? ഒരേ ടേസ്റ്റ് ആണെങ്കിൽ എന്താ ആസ്വാദ്യത? അവിടെ പാവയ്ക്ക കിച്ചടി ഉണ്ടെങ്കിൽ അത് കഴിക്കുമ്പോ നമുക്കൊരു മുൻധാരണയുണ്ട്, അതിൽ നിന്ന് അതേ കിട്ടും. അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് കൂട്ടും വല്ല കുഴപ്പമുണ്ടോ? അതിനെ ആസ്വദിക്കാറില്ലേ? നല്ല ഇത് എവിടെ നിന്ന് മേടിച്ച പാവയ്ക്ക കുറച്ചു കിട്ടോളാൻ പറയും. അപ്പം ഒരു കുടുംബം ആകുമ്പോൾ ചമർപ്പും കവർപ്പും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഈ സംവിധാനത്തിൽ വേണ്ടത് നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനകത്താണ് നമുക്ക് ദൈവം ഇഞ്ചലിച്ചത്. തീർച്ചയായും. അപ്പൊ എന്ത് വേണം? അവരെ ആ തലത്തിൽ തന്നെ കാണണം. എന്നാൽ നമ്മളെ ഏത് വികാരത്തെ നിർവികാരമായിട്ട് കളയാന്നുള്ളതല്ല. ദേഷ്യം വരുന്ന സന്ദർഭം ദേഷ്യം ഉണ്ടാവും, സങ്കടം വരും. പക്ഷെ അതിനോട് പ്രതികരിക്കുന്ന രീതിക്ക് അവിടെയാണ് നമുക്ക് ഇന്റേണൽ മെച്യൂരിറ്റി. ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തുമ്പോൾ അതാ വേണ്ടത്. പലപ്പോഴും നമ്മൾ അമ്പലങ്ങളിലും അല്ല ഇത് സ്പിരിച്വൽ രംഗത്തുള്ളവരെ കണ്ടിട്ടില്ലേ, ഒരു കാലഘട്ടം മുഴുവൻ രാമായണവും ഭാഗവതവും ഒക്കെ കട്ടി തെറ്റുകൊണ്ട്, പക്ഷെ ദൈവത്തിൻ്റെതായ ഒരു സ്വഭാവം അവരിലില്ല. എക്സ്റ്റേണൽ ആയിട്ട് വസ്ത്രധാരണത്തിൽ കൂടിയും ആചരണങ്ങളിൽ കൂടിയും പൊലിപ്പിക്കും. പക്ഷെ ഇന്റേണൽ സൈഡ് ഡെഡാണ്, ഇത് മാച്ച് ആകുന്നില്ല. അതായത് പെരിഫറലായിട്ട് കാണിക്കുന്നു, പക്ഷെ അകത്ത് മാറ്റം ഉണ്ടാകുന്നില്ല. ആക്ച്വലി നമ്മൾ പറയാറില്ല, മുഖം മനസ്സിന്റെ കണ്ണാടി. മനസ്സിൽ എന്ത് തോന്നിയാലും മുഖം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഏറ്റവും പ്രകടമായ രീതിയിൽ പ്രകടിപ്പിക്കുന്ന സ്ഥലമാണ് വികാരത്തെ. തീർച്ചയായും. അതേപോലെ തന്നെ മനസ്സിൽ തോന്നുന്ന ശരീരത്തെയും ബാധിക്കും. ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ആത്മാവും ശരീരവും, സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും കണക്റ്റഡ് ആണ്. അപ്പം അകത്ത് മാറ്റം വരാൻ കുറച്ചുകൂടെ എളുപ്പം പുറത്ത് ചില കാര്യങ്ങൾ ക്രിയകൾ ചെയ്യിക്കുന്നതല്ലേ. അതിനോട് എല്ലാവർക്കും ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്. അമർഷമെന്ന് വേണേ പറയാം, അങ്ങനെ വേണേലും പറയാം. ഇന്റേണൽ സൈഡിനെ അവിടെ കിടക്കട്ടെ, എക്സ്റ്റേണൽ ആണ് എല്ലാം കണ്ണുകൊണ്ട് കാണാം, ചെവി കൊണ്ട് കേൾക്കാം, ശ്വസിക്കാം. ഇതെനിക്ക് സ്വന്തമാണ്, എപ്പോഴും ആകാം. ഇതിനെ ഇൻക്രീസ് ചെയ്യാൻ നോക്കുന്നു. അതായത് പുറമേക്ക് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നത് എന്തിനാ? അകത്ത് മാറ്റം ഉണ്ടാകാനാണ്.
പക്ഷെ അകത്തെ ക്വാളിറ്റി മാറാതെ പുറത്തെത്തി ഇതിന്റെ കാര്യമില്ല. പിന്നെ പുറത്തൊരു വസ്തുവിൽ ചെയ്യുമ്പോൾ എന്താ കാണുന്നറിയോ, ഈ ഒബ്ജക്റ്റ് അല്ല ഒരു ദൈവത്തിന്റെ രൂപം ഇത് എന്നെങ്കിലും ഒരിക്കലും ഇറങ്ങി വന്ന് നമുക്ക് നമ്മളെ കണ്ടറിഞ്ഞ് ചെയ്തോളൂ എന്നുള്ള വിശ്വാസം, അതിനാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ പുറമേ നമ്മളിപ്പോ രാവിലെ എഴുന്നേൽക്കുന്നു, ഇപ്പൊ ഒരു ഗ്രഹപ്പഴ സമയം വന്നു, ശനി ദശ, ഓക്കെ, ജ്യോത്സ്യന്മാരൊക്കെ നോക്കിത്തരും. എന്നിട്ട് നമ്മളുടെ പരിഹാരം കൂടെ അവർ പറയുമല്ലോ, ഇത്ര നാൾ ഇന്ന സ്ഥലത്ത് പോയി കുളിച്ചു തൊഴും. അപ്പൊ ഇന്നലെ വരെ ഇല്ലാത്ത പുതിയൊരു ശീലം നമ്മൾ ഫിസിക്കലി ചെയ്യുക, അതിനെപ്പറ്റിയുള്ള ചിന്ത, ആ ക്ഷേത്രത്തിൽ പോകണം, ഇന്ന വഴിപാട് കഴിക്കണം, പായസം കഴിക്കണം, രാവിലെ എഴുന്നേക്കുന്ന പുതിയ രീതിയിൽ പുറമെ ചെയ്യിക്കുകയല്ലേ നമ്മളെ കൊണ്ട്. അവിടെ ചെന്ന് പ്രദക്ഷിണം വെക്കുന്നു, കുമ്പിട്ട് തൊഴുന്നു, വഴിപാട് കഴിക്കും, ഇതെല്ലാം പുറമേ ചെയ്യുന്നതെല്ലാം അകത്ത് മാറ്റം ഉണ്ടാകാനാണ്. അപ്പം അകത്തുനിന്ന് മാറ്റം ഉണ്ടാകാത്തതിന്റെ കേസ് എന്താ, ഈ അന്ധമായ വിശ്വാസം നിൽക്കുന്നുണ്ട്. ഞാനത് ചെയ്യാനുള്ള ചെയ്തു, അപ്പം മാറ്റം പുള്ളി കൊണ്ട് തരും എന്നുള്ളതാണ്. ഇപ്പം ദൈവത്തിന് പൊതുവെ ഉള്ള സ്വഭാവം എന്താ, ഓരോരുത്തർക്ക് സ്വഭാവം ഉണ്ടല്ലോ. എന്താണ് സ്വഭാവം? എല്ലാ മതങ്ങളും പറയുന്ന ദൈവത്തിന്റെ ചില സ്വഭാവം ഉണ്ടല്ലോ. എന്തൊക്കെയാ? ലവ് ആണ്, സ്നേഹമാണ്, പിന്നെ സർവ്വവ്യാപിയാണ്, നിരാകാരിയാണ്, ആകാരമില്ല, നിരാകാരിയാണ്, സർവ്വവ്യാപിയാണ്, സർവശക്തനാണ്, ഓൾമൈറ്റിയാണ്, സ്നേഹമാണ്, കാരുണ്യമാണ്, സത്യമാണ്. ഇതെല്ലാമാണല്ലോ. ഇതെല്ലാ മതങ്ങളും അല്ലേ പറയുന്നത്. ഇസ്ലാം മതമായിക്കോട്ടെ, ഹൈന്ദവ മതമായിട്ട്, ക്രിസ്ത്യൻ മതം, ഇതെല്ലാം പറയുന്നതാണ്. അപ്പം രാജേശ്വരൻ ഭായിക്ക് ഏറ്റവും കൂടുതൽ രാജീവ് ഭായിയോട് ഇഷ്ടം വരാനുള്ള കാരണം എന്താ? നമ്മുടെ സ്വഭാവമായിട്ട് അലൈൻമെന്റ് ആണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇത്രയും വർഷമായിട്ട് ഇപ്പൊ തന്നെ രാജേശ്വരൻ ഭായിയോട് വരുമ്പം അദ്ദേഹത്തെ വിളിക്കുന്നു, നമുക്ക് ഒരുമിച്ച് സാറിന്റെ അടുത്ത് പോകാം എന്നൊക്കെ തോന്നാൻ കാരണം നിങ്ങൾ തമ്മിൽ ആത്മബന്ധമുണ്ട്. കാരണം നിങ്ങളുടെ സ്വഭാവങ്ങൾ തമ്മിൽ ഏകദേശം മാറ്റാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ദൈവത്തിന് നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ പുള്ളിയുടെ സ്വഭാവം നമുക്ക് വരട്ടെ. എന്നിലാ സ്നേഹം വേണം, എല്ലാ കാര്യത്തിനും മറ്റുള്ളവരോട് വേണം, ദയ ഉണ്ടാകണം. ഇതൊക്കെ നിങ്ങളിലുണ്ടെങ്കിൽ ആ ആളെ ദൈവം കൂടെ സ്വീകരിക്കും. അല്ലാതെ നമ്മൾ ഈ പുറമെ ചെയ്യുന്നതല്ല, വെള്ളത്തിൽ കളയുന്ന പോലെ. അതുകൊണ്ടാണ് നമ്മൾ ഈ പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ കാണാപ്പാടാ പലർക്കും. നാരായണീയം കക്ഷത്തി വെച്ചിട്ട് നടക്കും, ആ ശ്ലോകങ്ങളൊക്കെ കാണാതെ ഇല്ലും. പക്ഷെ അതിനകത്ത് 1% പോലും അവനവനിൽ മാറ്റം വരുന്നില്ല. പുറമേ ചെയ്യുന്നതിൽ അകത്ത് മാറ്റം വരാനില്ല. സെൽഫ് ട്രാൻസ്ഫോർമേഷൻ ആണ് ആത്യന്തികമായിട്ട് നമുക്ക് ഉണ്ടാകേണ്ടത്. പക്ഷെ അതിന് ഇന്നത്തെ ഉപനിഷത്തുകളോ വേദങ്ങൾ പഠിച്ചുകൊണ്ടോ ഗീതാധ്യാനം നടത്തിയുണ്ടോ അതിന്റെ വ്യാഖ്യാനങ്ങൾ ജന്മജന്മങ്ങളായിട്ട് ചെയ്തിട്ടോ നമുക്ക് അങ്ങനെ ഒരു മാറ്റം കാണുന്നില്ലല്ലോ സർ. അപ്പൊ അതിനെന്താണ് വഴി? അതിന്റെ വഴി ഇതേ ഉള്ളൂ. ഈ സയന്റിഫിക് ആയിട്ട് ഇതിന്റെയൊക്കെ പിന്നിൽ എന്താണെന്നുള്ളത് ഇതെല്ലാം സിംബോളിക്കാണ്. ഈ സിംബോളിക്കിന്റെ ശാസ്ത്രീയത അതേ രൂപേണ പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ നിലവിലുള്ള പല സംവിധാനത്തിലും കാര്യങ്ങളില്ല. ഇപ്പൊ സപ്താഹങ്ങളൊക്കെ നടക്കുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ. ആചാര്യന്മാരും മഹാപണ്ഡിതന്മാരാണ്. അവര് ഇത് കാണാതെ പറയും, ഓരോ ഏടുകളും കാണാതെ പറയും, അതിന്റെ കഥകളും ഉപകഥകളും ഒക്കെ ഇങ്ങനെ പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ കാണികളായിട്ടുള്ള ഭക്തർ ഭയങ്കര ആശ്ചര്യത്തോട് എന്തോ ഒരു ദേഹത്തിന് എത്രയോ അറിവുണ്ട് എന്നൊക്കെ പറയും. ഭഗവാനെ പറ്റി പ്രകീർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് താളം കൂട്ടി പാട്ടൊക്കെ പാടി 7 ദിവസവും സപ്താഹം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചെങ്കിൽ പോരും. അടുത്ത വർഷം ഇത് നടക്കും. ഈ സപ്താഹം നടത്തുന്ന ആള് ഒരുപാട് പാണ്ഡിത്യം വിളമ്പിയിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ അകത്തുള്ള സയൻസ് അതിങ്ങനെ നിത്യജീവിതത്തിൽ ചെയ്യണം എന്നുള്ളത് സയന്റിഫിക്കായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല. അന്യാള് അത് ചെയ്തു, ഭഗവാൻ അത്, ഉദ്ധവർ അത് പറഞ്ഞു, ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു പോവാണ്. അപ്പൊ ഇതാണ് ട്രാൻസ്ഫർമേഷൻ വരാറ്. കാലഘട്ടം മാറുന്ന അനുസരിച്ചുള്ള അറിവിന്റെ കേസിൽ മാറ്റം ഉണ്ടാകണം. ഇപ്പം ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ ഒരു കാണാൻ പറ്റാത്ത ശക്തിയെ പറ്റി എങ്ങനെ വേണം ഇന്റർപ്രിറ്റ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ ഭഗവത്ഗീതയെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ ഓരോ ഏടുകളിലെയും ഓരോരുത്തരും എടുക്കുന്ന പോലെയാണ് അതിനെ വിശദീകരിക്കുന്നത്. അതെ, ഓരോരുത്തരുടെ ഇന്നർ സൈഡിലുള്ളതുകൊണ്ട് അതിനകത്ത് കലരും. അപ്പം പൊതുവെ മൊത്തം നോക്കി കഴിയുമ്പം എന്തൊക്കെയോ മാലിന്യങ്ങൾ ഉണ്ട് സത്യത്തിൽ. അതാണെന്ന് വിളമ്പിക്കൊടുക്കുന്നത്. ഇവിടെയാണ് ഒരു ക്ലാരിറ്റി നമുക്ക് വേണ്ടത്. അത് ഇംപ്ലിമെന്റ് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ. അങ്ങനെ ഒരാളിൽ നിന്ന് 2, 3, 4 ഇങ്ങനെയാണ് മാറ്റം കൊണ്ടുവരുന്നത്. അത് എന്താ വെച്ചാൽ ഇപ്പൊ സയന്റിഫിക് ആയിട്ട് ഇപ്പം ഭഗവത്ഗീതയുടെ കേസ് തന്നെ പറയാം. ഇത് വരുമ്പം എന്താ ആക്ച്വലി നമ്മുടെ മനസ്സിനെ പറ്റിയുള്ള പഠനമാണത്. മുഴുവൻ മനസ്സിന്റെ പഠനം അർജുനോട് പറഞ്ഞു കൊടുക്കുക. അർജുൻ എന്ന് പറയുന്നത് നമ്മളെ കണക്കുള്ള മനുഷ്യന്മാരാണ്. ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത് പ്രപഞ്ചമാണ്. അപ്പൊ പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത്ഗീത. ഈ ഭഗവത്ഗീത എന്ന് പകിക്കാൻ പറ്റാത്ത ഗീതയാണ് ഭഗവത്ഗീത, അല്ലെ? ഒരു ഭഗവത്ഗീത എന്നുള്ള ടെസ്റ്റ് നമ്മൾ എപ്പോഴും
കൈവെക്കുന്ന ഒരു മനഃശാസ്ത്ര ഗ്രന്ഥമായോണ്ടാ. ഭഗവത്ഗീത ഭരിക്കാൻ പറ്റാത്ത ഒരൊറ്റ സംഗതിയേ ഉള്ളൂ നമ്മുടെ ശരീരത്തിൽ ഈ ലോകം, അതാണ് ഊർജം. ഊർജം വിഭജിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഭഗവാനെ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഭഗവത്ഗീത മുഴുവൻ കാണാതെ പഠിച്ചാലും ഇതിന്റെ അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ പോയില്ലേ, കണ്ടൻസറിൽ പോയി. അത് അറിയുകയും വേണം, അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ വേണം. അപ്പൊ ഈ ഭഗവത്ഗീതയുടെ 1-ം അധ്യായം തന്നെ തുടങ്ങുന്നത് അർജുന വിഷാദ യോഗം. കൺഫ്യൂഷനാണ്. വിഷാദ രോഗമല്ല, ഇന്ന് രോഗമാണ്. അപ്പൊ അന്നും ഇതുണ്ടായിരുന്നു. വിഷാദ രോഗമാകാനുള്ള കാരണം വിഷാദത്തെ അന്ന് യോഗമായിരുന്നു. കാരണം ഒരു വിഷാദം വരുമ്പോൾ മാത്രമേ യഥാർത്ഥ തിരിച്ചറിവുണ്ടാവൂ. അന്ന് ആ വിഷാദം വന്നില്ലായിരുന്നെങ്കിൽ അർജുനന് മഹാ നോളജ്, ഈ ബുദ്ധി കിട്ടില്ലായിരുന്നു. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങള്, വിഷാദത്തിനിടയാകുന്ന പ്രശ്നങ്ങള്, അതെല്ലാം അത് സ്പിരിച്വൽ കോഷ്യന്റ് ആയിട്ടുള്ള ആളെ സംബന്ധിച്ച് യോഗമാണ്. ഇപ്പൊ ഇവിടെ എന്നെ തേടി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ പല പ്രശ്നം അവരുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങളായിട്ട് വരുന്നതാണ്. സാമ്പത്തിക പ്രശ്നം, ദാമ്പത്യ പ്രശ്നം, കുടുംബ പ്രശ്നം, രോഗത്തിന്റെ പ്രശ്നം. ഇത് വരുമ്പം അതില്ലായിരുന്നെങ്കിൽ, ആ വിഷാദമില്ലായിരുന്നെങ്കിൽ അവരിവിടെ വരത്തില്ല. വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനെ യോഗമാക്കി മാറ്റണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ശക്തിയെ തന്നെ ഉപയോഗിക്കും. അത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓരോരുത്തരുടെ ഉള്ളിലും കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ വരുത്താൻ കഴിവുള്ള, രോഗത്തെ പോലും അത്ഭുത രോഗശാന്തി എന്ന് കേട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ മനസ്സിനെ, ആത്മാവിനെ, നിങ്ങളുടെ ബോധ മനസ്സിനെ ശാന്തമാക്കി അങ്ങോട്ട് ഫോക്കസ് ചെയ്യും. പുതിയ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും. അവിടെ അത്ഭുതകരമായ പ്രവർത്തനം നടന്നിരിക്കും. അപ്പം നിങ്ങളിപ്പം വന്നിരിക്കുന്നത് വിഷാദമായിട്ട് വന്നത് നിങ്ങളുടെ യോഗമല്ലായിരുന്നു. ഈ വിഷമം ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇത് അറിയില്ലായിരുന്നു. ഈ മഹാ രഹസ്യം അറിയില്ലായിരുന്നു. ഇപ്പം നിങ്ങളിവിടെ എത്തി. ഇതിനെപ്പറ്റിയെല്ലാം നിയതമായ ചില അറിവ് ഈ പ്രപഞ്ചത്തിലുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഒരു ഉദാഹരണം സാധാരണ ആൾക്കാർ ഒരു ഒബ്ജക്റ്റിലൂടെ കാട്ടി തന്നാലേ മനസ്സിലാവുള്ളൂ. ഒരു വസ്തുവിലൂടെ കാട്ടി തരണം. ഈ പ്രപഞ്ച രഹസ്യം എങ്ങനെയാണ്? ഇപ്പം രാജശേഖരൻ എന്നെ നോക്കി, നിങ്ങൾ രണ്ടുപേരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു അല്ലേ? നിങ്ങൾ രണ്ടുപേരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ഈ ഭ്രൂമധ്യത്തിൽ, അതായത് ജ്ഞാനേന്ദ്രിയത്തിൽ. ഒന്ന് നോക്കുക, സൂക്ഷിച്ച് നോക്കുക. നോക്കിയല്ലോ, ഇത് ഞാൻ കൈവച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒരു പേജ് എടുത്തോട്ടെ? നിങ്ങളുടെ അനുവാദം ഞാൻ ചോദിക്കുകയാണ്. ഇതിൽ ഞാൻ ഒരു പേജ് എടുത്തോട്ടെ? എടുത്തോളൂ. ഇപ്പൊ ഞാനൊരു പേജ് എടുത്തിട്ടുണ്ട്. ഇത് ഏത് പേജാണ്, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അനുവാദത്തോടെ, ഒരാളുടെ അനുവാദത്തോടു കൂടി മാത്രമേ അവരെ പറ്റി പറയാൻ പറ്റൂ. ശരി. നിങ്ങളോട് എന്ത് പറയണം എന്നുള്ളത് ഇവിടുന്ന് എന്നിലൂടെ നൽകും. ഞാൻ ഇവിടെ ഒരു ഉപകരണം മാത്രമാണ്. കാരണം ഒരു ഒബ്ജക്റ്റിലൂടെ മാത്രമേ പ്രപഞ്ചം മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിക്കും. അതിന് യോഗപാതയിലുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ നിങ്ങളോട് എന്താണ് പറയേണ്ടതെന്നുള്ളതിനെ പറ്റി ഇപ്പൊ ഞാൻ നിങ്ങൾ നിർദ്ദേശിച്ച പേജ് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ആ പേജ് നോക്കിയിട്ടില്ല. നിങ്ങളോട് ഇത് തന്നെ പറയൂ എന്നുള്ളത് ആണെങ്കിൽ ആ അപ്ലൈ ചെയ്ത് തരേണ്ട വാക്കിന്റെ താഴെ ആ പ്രദേശത്ത് പേന കൊണ്ട് വരച്ചു വെച്ചിട്ടുണ്ടാവും. പേന കൊണ്ട് വരച്ച അതേ കിട്ടുള്ളൂ. അത് തന്നെയാണ് പറയേണ്ടത്. ഞാൻ ഏതായാലും ഒന്ന് ചലഞ്ച് ചെയ്യാം. നിങ്ങൾ നിർദ്ദേശിച്ചാൽ ഞാൻ നോക്കാതെടുത്ത പേജിന്റെ പറയേണ്ട വാക്കിന്റെ താഴെ വരയിട്ട, അണ്ടർലൈൻ ഇട്ട പേജ് കിട്ടുകയുള്ളൂ എന്ന് പറയാൻ കാരണം എനിക്ക് ഈ വിഷയത്തിൽ എന്നിലുള്ള വിശ്വാസമാണ്. മനസ്സിലായോ? ഇനി അതല്ലെങ്കിൽ നമ്മൾ മറിച്ച് നോക്കാം, വേറെ പല പേജ് ഉണ്ടാവുമല്ലോ, അവിടെ വരച്ചിട്ടുണ്ടാകണമല്ലോ. അത് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഇത് തന്നെ പറയണം. അത് തന്നെ കിട്ടൂ എന്നുള്ളത് ഞാൻ പറയാൻ കാരണം എനിക്ക് ഈ വിഷയത്തിലുള്ള വിശ്വാസം. കാരണം ഞാൻ ഈ ശക്തിയെ വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്നെ തേടി വരുന്നവരും അത്തരത്തിലുള്ള കണക്ടിവിറ്റിയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളെ ഇവിടെ സംസാരിക്കുകയും കൊടുക്കും. നോക്കാം നമുക്ക്. ഓക്കെ, ഇനി അതിന്റെ സയൻസ് കൂടെ അങ്ങ് പറയാം. അപ്പോഴുള്ള കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. കാരണം ഇങ്ങനെ കാണാൻ പറ്റാത്ത കാര്യത്തെ സംബന്ധിച്ച് സാധാരണ പൊതുജനങ്ങൾക്ക് സയന്റിഫിക് ആയിട്ട് അറിയണം. എന്താ ഇതിന്റെ പിന്നിൽ സംഭവിച്ചത്? ഒരു മാജിക്കാണോ, അതൊന്നുമല്ല. സംഗതി സിമ്പിൾ. നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തു.
ഇങ്ങോട്ട് നോക്കാം. ഈ സമയത്ത് നിങ്ങളുടെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഇല്ലായിരുന്നു? ഇവിടെ തന്നെ ആയിരുന്നു. വീട്ടിനെ പറ്റിയോ ഒന്നുമില്ല. അങ്ങനെ നിങ്ങളുടെ ചിന്തകൾ, പുറത്തുള്ള ചിന്ത എല്ലാം റെഡ്യൂസ് ചെയ്ത പീക്ക് പോയിന്റിൽ ഞാൻ എൻ്റെ ചിന്തകളെ കട്ട് ചെയ്ത് വളരെ കുറച്ച് രണ്ടും കൂടെ കണക്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യുകയായിരുന്നു. ചിന്തകൾ അസ്തമിക്കുന്ന സമയത്ത് മാത്രമേ നമ്മുടെ കോസ്മിക് എനർജി നമ്മളിലേക്ക് വരുള്ളൂ. കോസ്മിക് എനർജി സത്യമാണ്. അവിടെ അടങ്ങിയിരിക്കുന്ന എല്ലാം അൾട്ടിമേറ്റ് നോളജാണ്, കള്ളം പറയില്ല. അത് എന്നിലൂടെ ഒന്ന് കാട്ടിത്തരൂ എന്നാണ് ഞാൻ പോസ്റ്റ് ചെയ്ത സാരാംശം പ്രപഞ്ചത്തിലേക്ക്. ആ കോഡാ കൊടുത്തു. അത് തിരികെ നിങ്ങളിലൂടെ ചോദിച്ച വാക്കുകളിലൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നോക്കാം ഇനി എന്താ. നമ്മുടെ ഈ സംശയങ്ങൾക്കൊക്കെ നമ്മളിപ്പോൾ സംശയാലുകളാണല്ലോ കൂടുതൽ അറിയുന്നത്. ഇതിനൊക്കെ അഹൈതവുമായ ഭക്തി ഉണ്ടായാൽ മതി. നിങ്ങളിപ്പോൾ തുടരൂ. ബിക്കോസ് യു ആർ ദ സ്പിരിച്വൽ പേഴ്സണാലിറ്റീസ്. അതിനെല്ലാം വഹിക്കാൻ പറ്റാത്ത വസ്തുതയാണ് ഭക്തി. വിഭജിക്കാൻ പറ്റാത്ത അഹൗതകമായ എന്ന് പറഞ്ഞാൽ വിടാതെ കൺസിസ്റ്റൻ്റായ നിങ്ങളുടെ ഈ മാർഗം, നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. നിങ്ങളുടെ കണ്ടിന്യൂ പ്രൊസ്യൂട്ട് അത് ഇവരോട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയുള്ളവരാണ് ഇവിടെ വന്നിരിക്കുന്നത്. നോക്കി അണ്ടർലൈൻ ഇട്ടിട്ടുണ്ടോ? അഹൈതികമായ ഭക്തി ഉണ്ടായാൽ മതി. ആ ലൈൻ വരച്ചിരിക്കുന്നുണ്ടോ? ഇത് ഞാൻ പേന കൈ കൊണ്ട് തൊട്ടിട്ടില്ല. എന്നാൽ വേറെ പല പേജുകളുണ്ടല്ലോ ഇവിടെ. നാടകങ്ങൾ കിട്ടേണ്ടതല്ലായിരുന്നു. ഇതൊക്കെ നമ്മൾ അറിഞ്ഞു വരുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. അതായത് നിങ്ങൾ ഇപ്പം വന്നിരിക്കുന്ന പാത, അത് അതിലൂടെ എല്ലാ വിധത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാനും അഭിവൃദ്ധിക്കും ഈ അഹൂതമായ ഭക്തി ഉണ്ടായാൽ മതി എന്ന്. ഇതേ റൂട്ടിലുള്ള ഭക്തി ഇതേ തന്നെ പോയാൽ മതി. കാരണം ഇത്തരത്തിലുള്ള നോളജ് ഇല്ലേ, നമ്മൾ അന്ധമായിട്ടൊന്നും ബിലീഫ് ചെയ്യുകയല്ല. അതിന്റെ ഉള്ളിലുള്ള ശാസ്ത്രീയത മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ചടങ്ങുകൾ, ക്രിയകൾ അത് തുടർന്നോളൂ. അപ്പൊ നിങ്ങൾക്ക് വേണ്ട പുതിയ പുതിയ അറിവുകളും ആ വഴിക്ക് കിട്ടിക്കൊള്ളൂ. നമ്മൾ പോകുന്ന വഴിക്ക് വെള്ളവും ഭക്ഷണവും കരുതി വെച്ചെന്ന് പറഞ്ഞ പോലെ ഈ പാത തുടരൂ. ഈ പാതയിലെല്ലാം ഉണ്ട്. സോ യു ആർ ദ റൈറ്റ് ട്രാക്ക്. അപ്പോ നമ്മുടെ പ്രകൃതി പ്രപഞ്ചം നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് അർത്ഥം. അത് സാർ പറയാറുണ്ടല്ലോ, ഇവിടെ ആര് വരുന്നോ ഈ വീഡിയോ, അത് ഏതെങ്കിലും ഒരു വീഡിയോ ആര് കേൾക്കുന്നോ ഈ ട്രാക്കിൽ പെട്ടവരായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ. അവർക്ക് ടൈമുണ്ട്. ടൈം മോസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലേ? എല്ലാ സമയത്തും നടക്കുന്നതല്ലേ സക്സസ് ആവുന്നുള്ളൂ. പെട്ടെന്നൊരു ചെടി വെച്ച ഉടനെ ഫലം കിട്ടും. നമ്മൾ അതിനെ കൃത്യമായി പരിപാലിക്കണം. എത്തപ്പെടാനാണ് സമയം. അതുവരെ അവരെ ബ്ലോക്ക് ചെയ്ത് കളയും. പല പല കാരണങ്ങളാൽ നമ്മുടെ ബ്ലൈൻഡ് ആക്കി കളയും. അതിനെ നമുക്ക് കർമ്മദോഷമെന്നോ അങ്ങനെ പലതും പറയാം. പക്ഷെ അത് സമയമാകുമ്പോൾ കുറേയൊക്കെ നമ്മൾ അനുഭവിച്ച് വേദനയൊക്കെ അനുഭവിച്ച് വരുമ്പോൾ കറക്റ്റ് അറിയാം. ഇവിടെ അല്ലെങ്കിൽ എവിടെയും ഞാൻ പറഞ്ഞ് അതൊക്കെ ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്ന രീതിയിൽ. നമ്മളിപ്പോൾ എല്ലായിടത്തും ഹോട്ടലുണ്ട്, ഭക്ഷണം എല്ലായിടത്തും ഉണ്ട്. നമുക്ക് രുചിക്കുന്ന ഭക്ഷണം കിട്ടുന്ന ഒരു ഹോട്ടലിലേക്ക് നമ്മൾ അവസാനം എത്തും. എല്ലായിടത്തും മെച്ചപ്പെടുന്നതാണ്. പക്ഷെ നമുക്ക് പറ്റുന്നിടത്തോട്ട് ഇത് കാണിച്ചപ്പോൾ എന്റെ ഓർമ്മ വരുന്ന ഒരു പഴയ കാര്യം ഓർമ്മ വരികയാണ്. ഒരു സ്ഥലത്ത് കൃഷ്ണൻ ടെമ്പിളാണ്. അവിടെ ഞാൻ ഇത്രയും പൂജയൊക്കെ ചെയ്യുമായിരുന്നു പണ്ടേ. അപ്പൊ എനിക്ക് ഇപ്പൊ എഴുതിയപ്പോഴാണ് ഇപ്പൊ ബെറ്റിലെ എനിക്ക് അങ്ങനെ എന്റെ നക്ഷത്രം, എന്റെ നക്ഷത്രം ആർക്കൂറിയില്ല. നക്ഷത്രത്തിൽ വന്നു മൂലം എന്റെ നക്ഷത്രമാണ്. മൂലം നിന്നെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ബൈ എയറിൽ ബെറ്റിൽ. അപ്പൊ ഈ കൃഷ്ണനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് ഞാൻ എന്റെ മൈൻഡൊക്കെ പോയി. സാറിപ്പോൾ പറഞ്ഞ പോലെ അവിടെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പോഴാണ് ആ യൂണിവേഴ്സ് കറക്റ്റായി. അതുകൂടാണ്ടാണ് മറ്റേ അദ്ദേഹത്തിന്റെ അവരുടെ വീട്ടിലും ഞാൻ വെറ്റിലയിൽ എനിക്കൊരു മന്ത്രം എഴുതി തരുവാണ്. മന്ത്രം ഞാൻ പിന്നെ അത് പറയാം. അല്ല അതായത് അത് കണ്ടിന്യൂ ഒരു മിനിറ്റ് സാറേ, അത് കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പൊ പറഞ്ഞില്ല അത് അങ്ങനെ തന്നെ പൊക്കോളാം. ഇവിടെ വന്ന് ഇവിടുത്തെ ഇത് നമ്മൾ വെളുപ്പിന് 5 മണി 6 മണിക്ക് മുമ്പ് നമ്മുടെ സാറ് പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ട്. 3 മാസമായി വന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഡെവലപ്മെന്റ് ആണ് നേരത്തെ കാലം. അതാണ് സാറിൻ്റെ അടുത്ത് വരാൻ കാര്യം. ആ യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ എത്തിക്കാനും രാജനും ഭായി ഒരു മിഡിലായിട്ട് നിന്ന് കൊണ്ടുവരാനും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷമാണ്. ഇപ്പോഴാണ് എനിക്ക് രോഗം ഇത് കറക്റ്റായിട്ട് സാറ് പറഞ്ഞു വന്നപ്പോഴല്ല. സത്യത്തിൽ എനിക്ക് ഞാനിപ്പോൾ വേറെ ലോകത്താണ്. എനിക്ക് ഇനിയും ഭയങ്കരമായിട്ട് അറിയാം. ഞാൻ വലുതായിട്ട് ഡെവലപ്പ് ചെയ്യും. കാരണം എനിക്ക് വഴി കിട്ടാൻ വേണ്ടത്. ഞാനിങ്ങനെ തേടി നടക്കുകയായിരുന്നു. ആക്ച്വലി ഇവിടെ ഭക്തിമാർഗത്തിൽ വന്ന് അങ്ങനെ വന്ന് മറ്റിടത്തൊക്കെ വന്ന് അവസാനം ഇവിടെ വന്നത് ലാസ്റ്റ്
എനിക്ക് അത് ഭയങ്കരമായിട്ട് രാജീവായി ഇതെല്ലാം കണക്റ്റഡ് ആണ്. അതെ. ഇന്നിപ്പോ നിങ്ങൾ ഇവിടെ വരുമെന്ന് എനിക്ക് വലിയ ഒന്നുമില്ല, ഓരോ ഉറപ്പുമില്ല. വന്നപ്പോ ഇത് സംസാരിക്കണമെന്നും വലിയ കാര്യമില്ല, അത് തീരുമാനിച്ചിട്ടില്ല നമ്മള്. ഇല്ല. നമ്മളിവിടെ ഒന്ന് സംസാരവശാൽ വന്നപ്പോഴും ഞാനിപ്പോ ഈ സാധനം എടുത്ത് ഇടയെടുക്കാനും എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും കാര്യമൊക്കെ ഇപ്പം ഇദ്ദേഹത്തിന് അത് വേണ്ടിയിരുന്നു, തീർച്ചയായിട്ടും കുറച്ചുകൂടെ ക്ലാരിറ്റിക്ക്. എനിക്ക് എന്റെ സംശയമില്ല എനിക്ക് കേട്ടോ, സംശയമില്ല. പക്ഷെ ഇത് എന്താണെന്നറിയില്ലല്ലോ നമുക്ക്. ഇപ്പൊ രാവിലെ തന്നെ രാവിലത്തെ മെഡിറ്റേഷൻ കഴിഞ്ഞാൽ വെറുതെ ടെറസിന് മുകളിൽ ഇരിക്കുമ്പോൾ പല ഓർമ്മിക്കുമ്പോൾ പല ഇൻഫർമേഷൻ കിട്ടും. എനിക്ക് ഭയങ്കരമായിട്ട് അത് അനുഭവമൊന്നുമില്ല. പല്ലിയലക്കുക, പരുന്ത് വറുക്കുക, ഇതൊക്കെ സയൻസ് ഉണ്ട്. അത് നമ്മൾ വളരെ സൂക്ഷ്മമായിരുന്നെങ്കിൽ നമുക്കത് ദേവജ്ഞർക്ക് അറിയാൻ പറ്റും. നിമിത്ത ശാസ്ത്രം എന്ന് പറയും. അതുകൂടെ വേറൊരു ഭയങ്കര അനുഭവം നടന്നു വെച്ചാല്, ഈ രാവിലെ എഴുന്നേറ്റ് 6 മണിക്ക് എഴുന്നേറ്റ് ടെറസിന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ വെറുതെ ആകാശത്ത് നോക്കി ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ കൊതുക് വന്ന് എന്റെ ശരീരത്തിൽ ഇരിക്കും, ഒരൊറ്റെണ്ണം കടിക്കില്ല. എനിക്ക് ഭയങ്കര അനുഭവം. ഞാനൊക്കെ എനിക്ക് സത്യം എനിക്ക് ഭയങ്കര എനിക്കത് ഒന്ന് പറയണമെന്നുണ്ട്. പക്ഷെ വേറെ ആരും പറഞ്ഞ വിശ്വസിക്കില്ല. നമ്മള് ശരിക്കും ഒരു സ്പിരിച്വൽ തോട്ട്സും അതിന്റെ ക്ലൻസിങ്ങും നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഓരോ കണ്ടമാനം പ്രൊട്ടക്ട് ചെയ്യും. അങ്ങനെയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യില്ല. നിങ്ങൾ ഇവിടെ നിലനിൽക്കേണ്ടത് പ്രപഞ്ചത്തിന്റെ ആവശ്യമാണ്. നമുക്ക് വരുന്ന വിഷമങ്ങളെല്ലാം വഴിതിരിച്ചു വിടും, കാണേണ്ടത് കൃത്യസമയത്ത് കാട്ടിത്തരും. നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലത്തുള്ള ആൾക്കാർ പ്രത്യേകതയോടുകൂടി നമ്മളിലേക്ക് അടുക്കാൻ ശ്രമിക്കും. ഇതെല്ലാം ഓരോ ഡെവലപ്പ് ചെയ്യുന്നവരുടെ വ്യക്തിയിൽ ഉണ്ടാകുന്നതാണ്. ഇത് എല്ലാവരിലും ഉണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചറിഞ്ഞു വരാൻ ചില സമയമാകുമ്പോൾ മാത്രമേ. പക്ഷെ ഒരു കാര്യം സാറേ, ഈ റൂട്ടിൽ പോകുമ്പോൾ തന്നെ നമുക്ക് എക്സാം കഠിനമായിട്ട് വരും, ഭയങ്കര ആത്മസംഘർഷം വരും. പക്ഷെ അപ്പോഴും നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു കളി, നമ്മളെ ഇതൊന്നും ബാധിക്കുന്നില്ല. പിന്നെ രണ്ടാമത് നമ്മൾ പ്രതികരിക്കുമ്പോഴല്ലേ അത് കൂടുകയുള്ളൂ. നമുക്ക് പ്രതികരിക്കാൻ തോന്നുന്നു. ആ ഒരു ഇന്നർ മെച്യൂരിറ്റി വരിക എന്നുള്ളതാണ് ഈ പാതയിൽ ഒരു ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. അതൊരു വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ആ എതിർക്കാൻ വന്നവർ നമ്മുടെ ഫ്രണ്ട് ആവും, കുറച്ച് കഴിയുമ്പോൾ നമ്മളെ ഒന്നില്ലെങ്കിൽ ഒഴിവാക്കല്ലേ അനുകൂലമാകും. നിങ്ങൾ ബോൾഡാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നത്തിൽ പുറത്തോട്ട് ഓടി നടക്കുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങള് ഒഴിവായി തരും, അല്ലെങ്കിൽ മാറ്റാൻ പറ്റാത്തവരാണ്, ഭാവിയിലേക്ക് നമ്മളെ അവർ വേണമെന്നുണ്ടെങ്കിൽ അവർ അനുകൂലമാകും. ഇതിന്റെ പുറകെ നമ്മൾ പോകണം. ശരിക്കും അപ്പോഴാണ് കൂടുമ്പോൾ സ്വർഗം കുടുംബം. അപ്പൊ കുടുംബത്തിൽ എല്ലാവരും മറണമെന്നില്ല എന്നുള്ളത് ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഒരു ചെല്ലു പറയാറുണ്ട്, ഇപ്പൊ പറയുന്ന പോലെ സാർ ഇപ്പൊ എന്റെ പ്രശ്നങ്ങളൊക്കെ ഏകദേശമൊക്കെ മാറി, ഒരു ശാന്തമായി ജീവിതമൊക്കെ ഇച്ചിരി ഉഷാറായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതേ ചോദ്യം ചോദിക്കുന്നത്, അപ്പം നിങ്ങളുടെ ചുറ്റുപാടുള്ളവരോ വീട്ടിലുള്ളവരൊക്കെ മാറിയോ? അവരും മാറില്ല. പിന്നെ ഞാനങ്ങ് മാറി. നമ്മൾ എന്താന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനകത്തൂടെ പോകാനുള്ള ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. തീർച്ചയായിട്ടും അതാണ് ആത്മീയത എന്ന് പറയുന്നത്. ആത്മീയത എന്ന് പറയുന്നത് ഇവിടെ വിട്ടു പോകലല്ല. ഏത് ദുസ്സഹായത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മുടെ ഇന്നർ സ്ട്രെങ്ത് മനസ്സിലാക്കി എല്ലാം അറിഞ്ഞും അനുഭവിച്ചും മുന്നേറുക. എന്നാൽ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും മാറ്റം ഉണ്ടാകും. പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് നമ്മുടെ ശരീരവും. അതനുസരിച്ചുള്ള രോഗങ്ങളും പ്രശ്നങ്ങളും കാലാവധി എല്ലാത്തിനും ഉണ്ട്. കഷ്ടതകളും ഒക്കെ മനുഷ്യസഹജമായിട്ടുള്ള വരും. പക്ഷെ എന്നാലും ആ സമയത്ത് സാധാരണക്കാരനാണ് കാര്യമില്ല. നേരത്തെ രാജശേഖരൻ ഭായി പറഞ്ഞത് അതിനകത്ത് പിടിച്ചു നിൽക്കാനുള്ള ഇന്നർ സ്ട്രെങ്ത് ഉണ്ടാകും. ഇനി ദൈവങ്ങൾക്കില്ലായിരുന്നു ദുരിതങ്ങളും പ്രശ്നങ്ങളും. എല്ലാവർക്കും ശ്രീരാമൻ അനുഭവിച്ചതുപോലെ അതിനൊക്കെ നബി ആയിക്കോട്ടെ, ക്രിസ്തു ആയിക്കോട്ടെ, ഇവരൊക്കെ അനുഭവിച്ചപ്പോൾ സാധാരണ മനുഷ്യർക്ക് അനുഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ ദൈവങ്ങളായത്. അപ്പൊ എത്രത്തോളം കഷ്ടതകളും പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും നിങ്ങളിപ്പോ നേരിടുന്നുണ്ടോ, അതെല്ലാം എന്താ നിങ്ങൾക്ക് അത്ര സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും ഈ ദൗർബല്യം ഇല്ലാത്ത ഈ ലോകം വിട്ട് ആത്മഹത്യ ചെയ്ത് പോകത്തില്ലേ? അപ്പൊ നമ്മൾ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടാണ്, ഉള്ളത് കൊണ്ടുകൂടിയാണ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആക്കി എടുക്കണം. സ്ട്രെങ്തിനെ കറക്റ്റ് ഡയറക്ഷൻ ആക്കി എടുക്കണം. ഇപ്പൊ ശക്തി തന്നെയാണ്, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണ്. അപ്പൊ ആ നെഗറ്റീവ് ശക്തിയെ പോസിറ്റീവ് ശക്തിയാക്കി എടുക്കണം. അപ്പൊ നമുക്ക് ഡബിൾ സ്ട്രെങ്ത് ആയി. ശരിയാണ്. നമുക്ക് ഇവിടുന്ന് ഒരു ഫോഴ്സ് പോകും, ഒരു യുദ്ധം നടക്കുകയാണ്. പണ്ടത്തെ പോലെ 2 ചേരികളായിട്ട് യുദ്ധം, ഒരു ഫോഴ്സ് പടന്മാരിങ്ങനെ പോകും. അവരെ തോപ്പിക്കുന്നതിന് നല്ലത് നയിച്ചുകൊണ്ടിരിക്കുന്ന രാജാവ് നേരെ അങ്ങോട്ട് ചെന്ന് അവരെ സുഹൃത്തുക്കളാക്കുക. അപ്പൊ അവരെന്തായി? ശത്രുക്കളും നമ്മുടെ സുഹൃത്തുക്കളായി, കൂടുതൽ ശക്തിയായി. നമ്മുടെ പ്രധാനമന്ത്രി ചെയ്യുന്ന അതല്ല, എത്ര പ്രാക്ടിക്കലായിട്ട് അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ആൾക്കാരെ സ്പർശിക്കാൻ റെഡിയാണ്. ഇല്ല, നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെ തെറ്റാണെന്ന് വ്യാഖ്യാനിക്കുന്ന ലോകം തലത്തിലേക്ക് പോയി അവരെ മിത്രമാക്കിയാൽ ഇവിടെ നമ്മുടെ സൈന്യത്തിന്റെ ശക്തി കൂടുക. ഭാരതം ഇപ്പം അതല്ലേ മുമ്പിൽ നിൽക്കുന്നത്. ഭാരതം എന്ന് പറഞ്ഞാൽ തന്നെ ശക്തിയുടെ ഉറവിടമാണ് ഭാരതം. കാരണം എന്തിനും ഏതിനും
ലോക രാജ്യങ്ങളിൽ നിന്ന് ആശ്രയിക്കുന്ന ഭാരതത്തെയാണ് എക്കാലത്തും നല്ല ചികിത്സ തേടി നല്ല വിദ്യ തേടി പഴയ തക്ഷശില പോലുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഇവിടല്ലേ ആദ്യം ഉണ്ടായേ, പിന്നല്ലേ എല്ലായിടത്തോട്ടും വന്നു. നല്ല വിദ്യ തേടി നല്ല ഗുരുക്കന്മാരെ തേടി സുഗന്ധ വ്യഞ്ജനത്തിന് കച്ചവടത്തിന് എല്ലാം ഭാരതത്തിലേക്കാണ് ലോകത്ത് ഏകദേശം ഒരു 1000-400-500 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഏതെങ്കിലും തേടി ഒരു കപ്പൽ പുറപ്പെട്ടാൽ അവസാനം വന്ന് ഭാരതത്തിലാണ്. അതുകൊണ്ടാണ് ഭാവരാഗ താളലയം ഭാരതം. ആത്മശക്തിയുടെ ഉറവിടമാണ്, ആത്മശക്തിയുടെ ഉറവിടമാണ്. അതുകൊണ്ടാണ് നമ്മുടെ സൈൻ എംബ്ലം എന്ന് പറയുന്നത് സിംഹമാണ്. സിംഹം എന്തിനാ ആത്മശക്തിയുടെ ദേവി ഇരിക്കുന്നത് അതിന്റെ പരാശക്തി സിമ്പിളായിട്ട് കാണിച്ചിട്ടുണ്ട്. ഭാരത് മാതാ കി ജയ്, ആത്മാത്മാരുടെ അങ്ങേറ്റാണ്. അപ്പൊ അതിന്റെ ആ ഇന്നർ സൈഡ് ലോകത്തിന്റെ ഉറപ്പെന്ന് പറയുന്ന ഭാരത അധിഷ്ഠിതമാണ്. തീർച്ചയായിട്ടും അതിന് ഈ ആത്മശക്തി പണ്ട് തിരിച്ചറിഞ്ഞ യോഗീശ്വരന്മാർ പിറവി കൊണ്ട സ്ഥലമാണ് ഭാരതം. അതുകൊണ്ടല്ലേ വിദേശികൾ കൂടുതലും ഇങ്ങോട്ട് ആശ്രയിക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളവർക്ക് പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല. ഇതാ അതാണ് ഈ സ്വന്തം ഇരിക്കുന്ന ശിഖരം മുറിക്കാനാണ് നോക്കുന്നത്. അതിന്റെ കാരണം ഈ പറയുന്ന ഇടയ്ക്ക് വന്ന കുറെ അഡൾട്രേഷൻസ്. പണ്ടുള്ള നമ്മുടെ ബിലീവ് സിസ്റ്റത്തിൽ തന്നെ പുതിയ അപ്ഡേഷൻ അവർക്കില്ല, പഴയതിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ സ്പിരിച്വാലിറ്റി ആണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും എല്ലാ ഒരു അപ്ഡേഷൻസ് ഇല്ല. ഈ അപ്ഡേറ്റ് ചെയ്യൽ ഔട്ട്ഡേറ്റഡ് ആവും, പഴയ ആ യുഗത്തിലേക്ക് പോവല്ലേ. തീർച്ചയായും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോഴേ ശരിക്കും ഒരു അവൈക്കനിങ് നമ്മളിൽ നിന്ന് ഉള്ളിന്റെ ഉള്ളിൽ ഉണർവ് വേണം. ഇപ്പൊ തന്നെ മൊബൈല് പണ്ട് 1 GB ആയിരുന്നു, പിന്നെ സെക്കൻഡായി തേർഡായി നമ്മുടെ ഇന്നർ സൈഡിലും ആ മാറ്റം വരണം. പണ്ട് കമ്പ്യൂട്ടർ കൊണ്ടുവരുമ്പോൾ ഞങ്ങളുടെ ഈ പോർട്ടസിലൊക്കെ കമ്പ്യൂട്ടർ വന്നപ്പോൾ സമരമായിരുന്നു. അതെ അതെ, ഇപ്പോൾ തൊഴിലെല്ലാം നഷ്ടപ്പെടുന്നു. അപ്പൊ ഇതില്ലാതെ അത് അന്ധമായ ഇതൊക്കെ മാറണം. സ്പിരിച്വാലിറ്റിയുടെ കേസിലും വരാത്തതാണ് നമ്മൾ പഴയ തലത്തിൽ നിൽക്കുന്നത്. അപ്പൊ അതിനാണ് ഇത്തരത്തിലുള്ള നോളജും നമ്മുടെ തന്നെ പവർ. ആക്ച്വലി ഇതൊരു എന്താ പറയാ, ശരിക്കുള്ള സ്പിരിച്വൽ നോളജ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു റിസോഴ്സ് ആണ്, ഹ്യൂമൻ റിസോഴ്സ് ആണ്. നമ്മുടെ ഉള്ളിലുള്ള റിസോഴ്സിനെ അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ഉദ്ധരാത്മാനാത്മാ അവനവനെ ഉദ്ധരിക്കണം. നിന്റെ ഉള്ളിലുള്ള റിസോഴ്സിനെ നീ തന്നെ ഉദ്ധരിക്കുക, അല്ലാതെ മറ്റാരും നിന്നെ സഹായിക്കുമെന്ന് വിചാരിക്കേണ്ട. അതിനുള്ള സംഗതി തന്നെയാണ് നിന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അതെ, പ്രപഞ്ചത്തിൽ എല്ലാം ഉണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് ചൂസ് ചെയ്യേണ്ടത് നമ്മൾ. അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ പഴിചാരിക്കൊണ്ടിരിക്കുമല്ലോ, അവര് മൂലം എനിക്കിത് സംഭവിച്ചത് അല്ലേ. തീർച്ചയായിട്ടും അതിന് വളരെ നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള ടോക്കും മൂവ്മെന്റ്സും വരുന്നു അല്ലേ. നമുക്ക് ഈ സ്പിരിച്വാലിറ്റി പറ്റി പറയുമ്പോൾ ടോട്ടലി നമ്മളൊരു അതെ സ്ട്രെങ്ത് ഉണ്ടാവുമല്ലോ ഓട്ടോമാറ്റിക്. കാരണം നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രപഞ്ചം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നു. അല്ല ഈ പറയുന്ന നോളജ് ഒക്കെ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരികയല്ലേ. ഒരു വിഷയം എടുത്തിട്ട് ബാക്കി നമ്മളോട് ഇപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. ഏതായാലും വളരെ സന്തോഷം. ഇനി കാണാം നമുക്ക്. ഓക്കെ, താങ്ക് യു.